ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ഏജൻസി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിനടുത്ത് മറ്റേ ഈ കാസിയ നിരോധിച്ച് 2016 നിരോധിച്ചിട്ട് 5 പോർട്ട് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അത് ലോക റെക്കോർഡാണ്. ഇന്ന് ഇന്ത്യ അതുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ നിരോധിച്ച കാസിയ ഇറക്കുമതി ചെയ്ത രാജ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ഈ ഞാൻ കൊടുത്ത റിപ്പോർട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ആ കംപ്ലയിൻറ്റിൻ്റെ മുകളിൽ നെസസറി ആക്ഷൻ അണ്ടർ FSSI 2006 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ FSSI 2006 ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം മുതൽ 7 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും, 10 ലക്ഷം രൂപ പിഴയും, എല്ലാ പ്രൊഡക്ഷനും അതേപോലെ തന്നെ ഇമ്പോർട്ടും നിർത്തേണ്ടി വരും. അത് പ്രൊഡ്യൂസ് ചെയ്ത സാധനം കൺഫിസ്കേറ്റ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2016 ഇത് നിരോധിച്ചത്. അതിൻ്റെ അകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 0.3% കൊമറൈനിൽ കൂടുതൽ പാടില്ല. കാസിക്കകത്ത് 0.8% മുതൽ 10.63% കൊമറൈനുള്ളത്. ഇത് കാസി ഒറിജിനൽ റോബോട്ടിനകത്ത് 0.004. ഇതിൻ്റെ അകത്ത് ഇപ്പം 5 ബോട്ട് ഇറക്കുമതി ചെയ്ത് തൂത്തുക്കുറിയ, ചെന്നൈ, കൽക്കട്ട, മുംബൈ ആണ് ഇറക്കുമതി ചെയ്തത്. വിശാഖപട്ടണം ബോട്ടാണ് ഇറക്കുമതി ചെയ്തത്. ഒറീസ, കൊച്ചി, മംഗലാപുരം ബോട്ട് ഞങ്ങൾ ഒരു കിലോ വരെ നിരോധിച്ചിട്ട് ഇറക്കുമതി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് സത്യമാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ദൂഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാണ്. കാരണം ഇത് 60% ഈ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഈ ആയുർവേദ മരുന്നിൻ്റെ അകത്തും. രണ്ടാമത് കേരളത്തിന് ഉള്ളത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്തെ 2ാമത്തെ ഏറ്റവും വലിയ കൃഷിയാണ് ഇത് നശിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ ലിവർ, കിഡ്നി ക്യാൻസറാണ് ഉണ്ടാക്കുന്നത്. സ്പൈസ് ബോർഡ് അയച്ച എഴുത്ത് 4408 അയച്ച എഴുത്ത് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിനകത്ത് ഇമ്മീഡിയറ്റ് ബാൻ ചെയ്യണം. കാരണം ഇത് കിഡ്നി ലിവർ ഡാമേജ് ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് എത്തിയത് 7/3/2016. 7 വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഈ പല അവാർഡുകളും ലോകത്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ മിസ് ഇന്ത്യ, മിസ് വേൾഡ്, അതേപോലെ തന്നെ എന്താണ് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ്. അപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞൊരു അവാർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ത്യക്ക് കിട്ടും. അത് സ്പൈസ് ബോർഡിന് കിട്ടുന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അത് എങ്ങനെയെങ്കിലും നമുക്കതങ്ങനെ ഒരു അവാർഡ് കൂടി ഇന്ത്യയിൽ സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ലോകരാജ്യത്ത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഇത് അവാർഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ 7 വർഷം കഴിഞ്ഞിട്ട് സ്പൈസ് ബോർഡ് അയച്ച എഴുത്ത് അവിടെ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ CVC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആൾക്ക് അറിയത്തില്ലെങ്കിൽ ഇതൊരു സൂപ്പർവൈസറി പവറുള്ളൊരു അധികാരമുള്ള സംഗതിയാണ്. 1964 ഇതുണ്ടാക്കിയത്. ഗവൺമെൻറ് കറപ്ഷനെ നിർത്താൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഓട്ടോണമസ് ബോഡി. അവർക്ക് ഈ ഇന്ത്യൻ ഗവൺമെൻറ് യാതൊരു കൺട്രോളിലും അവർക്ക് വരത്തില്ല. അവർക്ക് സെപ്പറേറ്റ് ബോഡിയാണ്. നമ്മളെ സുപ്രീം കോടതി പോലെയും അങ്ങനത്തെ ഒരു പവറാണ് അവർക്ക്. ഈ CBIനെ സൂപ്പർവൈസറി പവറുണ്ട്. CBIനെ കൺട്രോൾ ചെയ്യാനായിട്ട്, CBI പറയുന്ന പോലെ അനുസരിപ്പിക്കാനായിട്ട് ഇവർക്ക് അധികാരമുണ്ട്. അതേപോലെ തന്നെ ഇവർ മെയിനായിട്ട് ചെയ്യുന്ന വെച്ചാൽ അഴിമതി അന്വേഷിക്കുക, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക, അഡ്വൈസ്. ഇവർ സ്റ്റേറ്റിലെ വിജിലൻസിനെ അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ ഈ എങ്ങനെയാണ് ഇവരെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി, ഹോം മിനിസ്റ്ററും ഓപ്പോസിഷൻ ലീഡറിൻ്റെ അഡ്വൈസ് കൊടുത്തിട്ടാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കറിയുന്ന ഒരു CVCൻ്റെ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത്, മോഡി ഗവൺമെൻറ് ആദ്യത്തെ 5 വർഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 6 മാസത്തേക്ക് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് മോഡി ഗവൺമെൻറ്റിന് പുള്ളിൻ്റെ മുകളിൽ ഒരാളിരിക്കുന്ന പുള്ളിക്കും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ അപ്പം നമ്മളെ സോണിയാഗാന്ധി മുൻകൈ എടുത്ത് എന്തായാലും സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. ഞാൻ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എൻ്റെ കേസ് എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് 10 വർഷമായിട്ടുണ്ട്. ഞാൻ അവിടെ ഇപ്പോൾ നമ്മളെ റിട്ടയർ ചെയ്ത ഒരാളുണ്ടായിരുന്നു കണ്ണൂർ. ഞാൻ അയാളെ പോയി കണ്ടായിരുന്നു. അയാൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് ഗമയാണെങ്കിലും അയാൾ പറഞ്ഞു വെച്ചാൽ എനിക്ക് പ്രധാനമന്ത്രിനെ വരെ ജയിലിലാക്കാൻ അധികാരമുണ്ട്. കേരളത്തിൽ നിന്ന് ഇപ്പം അരി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രധാനമന്ത്രിനെ കണ്ടാലും പുള്ളിക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അരി കൊടുക്കണോ വേണ്ടയോ എന്ന്. ഞാൻ ആ തീരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും അധികാരവും പവറുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അധികം ആർക്കും അറിയാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ പേജ് 14 മുതൽ 16 കാണിക്കുന്ന ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം വേറൊരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ 2015 ഞാനൊരു കേസ് കൊടുത്തായിരുന്നു. റിലയൻസിനെതിരെ, അശീഷ് സൂപ്പർ മാർക്കറ്റിനെതിരെ. അവർ കറുവപ്പട്ടയ്ക്ക് വരെ കാസിയ വിറ്റ ഒരു കേസാണ്. അത് 9 വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഫുൾ കേസ് 9 വർഷം എടുക്കുന്നത്.
അത് റിലയൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കേസായതുകൊണ്ട് അത് 9 വർഷം കഴിഞ്ഞിട്ട് 2014 വിധി വന്നത്. അത് പ്രകാരം റിലയൻസിൻ്റെ മുതലാളിയും ആശിഷ് സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയും 6 മാസം മുതൽ 7 വർഷം വരെ ജയിലിടാനോ, ആയിരക്കണക്കിന് ഏകദേശം എൻ്റെ ചെറിയ കണക്ക് വരെ 3000 മുകളിൽ ഇവർക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് റിലയൻസ്, അതെല്ലാം പൂട്ടിക്കേണ്ടി വരും. അതേപോലെ 10 ലക്ഷം പിഴ. 10 ലക്ഷം നിസ്സാരമാണ്. ഏതായാലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നാളെ വിധി വരുന്നതിന് 6 മാസം മുമ്പേ പുള്ളിനെ പിടിച്ച് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ ആ പോസ്റ്റ് ഇപ്പോഴും വഹിക്കേണ്ടതാണെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഇത് റിലയൻസിനെ തൊട്ട് കളിച്ചാൽ കേരള സർക്കാർ ഇവരുടെ കൂടെ കൂടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ അടുത്ത് കർവ എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അവിടുന്ന് 17 ഉദ്യോഗസ്ഥന്മാരെ എന്നെ കാണാമെന്ന്, എങ്ങനെയെങ്കിലും കേസ് പിൻവലിക്കണം, നിങ്ങളെ തോട്ടം എന്ത് വിലയ്ക്കും പാട്ടത്തിനെടുത്തോളാം. ഞാൻ പറഞ്ഞത് സമ്മതിച്ചില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സംഗതി നമുക്ക് അറിയുന്ന പോലെ ഇന്ത്യ പേജ് 38 പറയുന്നത് ഇപ്പോൾ ഇന്ത്യ GDPൻ്റെ 1.35% ആരോഗ്യത്തിന് ചിലവാക്കുന്നത്. അമേരിക്ക 9.1%. അത്ര വ്യത്യാസമാണ്. അതുകൊണ്ടാണ് BAS സർട്ടിഫിക്കേഷന് ഇവർക്ക് ഫണ്ടിങ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇവർ എന്നെ ഒഴിവാക്കിയത്. ഇവർക്ക് കറവപ്പെട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വിഷവും മറ്റത് കാണിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ഒരു കാരണം. ഇപ്പം ഇത് നമ്മളെ ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പോൾ രണ്ടാമത് കോവിഡ് ഇന്ത്യയിൽ വരുന്നുണ്ട്. ഈ കോവിഡിനെതിരെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കാം. www.CanCinamon-Fight-Virus എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇസ്രായേലിൻ്റെ സ്റ്റഡിയാണ് വെച്ചിരിക്കുന്നത്. ടെൽ അവീവ് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിൻ്റെ ഒറാൻഡോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് സ്റ്റഡി ചെയ്തിരിക്കുന്നത്. അയാൾ ഇത് അന്ന് സാർസ് വൈറസിനെതിരെ മരുന്ന് കണ്ടുപിടിച്ചിരുന്നു. ആ മരുന്ന് ഇന്ന് കോവിഡിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ലോകത്ത് മുഴുവൻ കോവിഡും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഒരാൾക്ക് വരെ എൻ്റെ അറിവിൽ ഇസ്രായേലിൽ കോവിഡ് വന്നിട്ടില്ല. അവരുപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കറുവേൻ്റെ ഇലേൻ്റെ തൈലവും അതിൻ്റെ തൈലവും അതേപോലെ തന്നെ നമ്മളെ ഇതുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സിലേനി എന്ന് പറഞ്ഞ ഹോമിയോ മരുന്ന്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഇംഗ്ലീഷ് മരുന്ന് ബാക്ടീരിയനെ കൊല്ലാനായിട്ടാണ്. കോവിഡിനെ കൊല്ലാൻ ഇന്ന് വരെ ലോകത്ത് ഇംഗ്ലീഷ് മരുന്ന് ഇതുവരെ എൻ്റെ അറിവിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ് ഇത് ഇങ്ങനെ മരുന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി പഴയ ടെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത്, ഓൾഡ് ബൈബിളിൻ്റെ അകത്ത് ഒരു വചനമുണ്ട്. നമ്മളെ ഈ ബലി കർപ്പിക്കും, ഈ മൃഗങ്ങളെ ബലി കർപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഒന്നും ഇല്ല അത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം പ്രീസ്റ്റ് എന്ത് ചെയ്യും, മേത്തൊരു തൈലം തേക്കും. അത് സിനമൺ ഓയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ആയുർവേദത്തിൻ്റെ അകത്ത് ഈ കറുവേൻ്റെ ഇമ്പോർട്ടൻസ് 60% ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. ഇത് മരുന്നായിട്ടല്ല ഉപയോഗിച്ച പ്രതിരോധ ശേഷി കൂട്ടുക. അപ്പോൾ ഈ വൈറസ് എന്ന് പറഞ്ഞ അറ്റാക്ക്, ഈ മൃഗങ്ങളിൽ നിന്ന് വരുന്ന ഈ വൈറസിൻ്റെ അറ്റാക്ക് നമ്മളെ ശരീരത്തിൽ പ്രതിരോധിക്കും. ഇത് ഉപയോഗിച്ച് സിലേനിയം കൂടി ഉപയോഗിച്ചിട്ടാണ്. ഇന്ന് വരെ അതിന് പേറ്റൻറ്റ് കൊടുത്തിട്ടില്ല. അത് പുറത്ത് ഒരാൾക്കും വീണിട്ടില്ല. പേറ്റൻറ്റ് കൊടുത്താൽ നിങ്ങൾക്കറിയാം ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ ഇന്ന് കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചിലവാക്കിയത് വെറുതെ ആവും. അതേപോലെ തന്നെ ഇന്നിപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ട്. എൻ്റെ അടുത്ത് ഈ പൂനെയിൽ നമ്മുടെ ഈ ബിൽഗേറ്റ് ഫൗണ്ടേഷൻ ഫണ്ട് കൊടുത്തിട്ട് പൂനെയിൽ നിന്ന് ഒരു കമ്പനി എന്നെ വിളിച്ചായിരുന്നു. ബയോടെക് എന്ന് പറഞ്ഞ കമ്പനി. അവരാണ് ഇന്ത്യയിൽ ഇത് കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നാണ്. ഏതായാലും അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 1000 കിലോ കറുവാപ്പട്ട ഒരു മാസം ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അത് അത്രയും എമൗണ്ട് ഞങ്ങൾക്ക് ഇല്ല. നിങ്ങൾ നേരിട്ട് ശ്രീലങ്കയിൽ സമീപിച്ചാൽ നിങ്ങൾക്ക് 10 പൈസ കിട്ടും. അവരത് സമീപിച്ചില്ല. അവർ ഇംഗ്ലീഷ് മരുന്നുണ്ടാക്കി. ഇപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ വന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഭാഗത്ത് കറുവാപ്പട്ടൻ്റെ ഒരു ഭാഗത്തെ ഗുണം, ഒരു ഭാഗത്തെ ദൂഷ്യം.